അപ്പം നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് 6th ക്വസ്റ്റ്യൻ ആണ്. സ്പെക്ട്രോസ്കോപ്പി മോഡ്യൂളിൽ തന്നെയുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്. സോ ക്വസ്റ്റ്യൻ ഇതാണ്: IR സ്പെക്ട്രോസ്കോപ്പി ക്യാൻ ബി യൂസ്ഡ് ടു ഡിഫറൻഷിയേറ്റ് ഇൻട്രാമോളിക്കുലർ ആൻഡ് ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട്സ്. എക്സ്പ്ലെയിൻ വിത്ത് എൻ എക്സാമ്പിൾ. ഇതൊരു ആപ്ലിക്കേഷൻ കൂടെയാണ് നമ്മൾ IR സ്പെക്ട്രോസ്കോപ്പിയിൽ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ എക്സ്പ്ലെയിൻ വിത്ത് എക്സാമ്പിൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, വിത്ത് ആൻ എക്സാമ്പിൾ. അപ്പോൾ നമ്മൾ എക്സാമ്പിൾ വെച്ചിട്ട് നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യുന്നത് 2 കോമ്പൗണ്ടുകളാണ്. അതിൽ ഫസ്റ്റ് ഐ എം കൺസിഡറിങ് 2 മോളിക്യൂൾസ്. അപ്പോൾ ഫസ്റ്റ് മോളിക്യൂൾ എന്ന് പറയുന്നത് ഞാനിവിടെ വരക്കാം, പാരാഹൈഡ്രോക്സി ഫിനോൾ ആണ് ഞാൻ വരക്കുന്നത്. അപ്പോൾ ഇത് വരക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഒരു OH നിങ്ങൾ താഴേക്ക് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ സ്ട്രക്ചർ കറക്റ്റ് കിട്ടാനാണ് ഒരു OH മുകളിലേക്ക് വരക്കുക. ഓക്കെ, ഇതേപോലുള്ള ഒരു മോളിക്യൂൾ കൂടെ വരച്ചു കൊടുക്കുക. ബെൻസീൻ വരക്കുക. പാരാഹൈഡ്രോക്സി ഫിനോൾ എന്ന് പറയുമ്പോൾ ഒരു OH താഴോട്ട് വരക്കുക, ഒരു OH മുകളിലേക്ക് വരക്കുക. ഓക്കെ, ഈ കോമ്പൗണ്ടിന്റെ പേരെന്താണ്? പാരാഹൈഡ്രോക്സി ഫിനോൾ. ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, ഇവിടെ ഓയും എച്ചും തമ്മിൽ ബോണ്ടിങ് ഉണ്ടാവും, ഹൈഡ്രജൻ ബോണ്ടിങ് അല്ലെ. ഇവിടെ ഒരു ഹൈഡ്രജൻ ബോണ്ടിങ്ങിനുള്ള സ്കോപ്പ് ഉണ്ട്. അപ്പൊ ഈ ഹൈഡ്രജൻ ബോണ്ടിങ് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം എന്താണ്, 2 മോളിക്യൂളിന് ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ളതാണ്. ഇങ്ങനെയുള്ള ഹൈഡ്രജൻ ബോണ്ടിങ് നമ്മൾ പറയുന്നത് ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് എന്നാണ്. ഓക്കെ, അപ്പൊ ആ ഒരു എക്സാമ്പിൾ ആദ്യം നമുക്ക് നോക്കി വെക്കാം. ഇതാണ് ഫസ്റ്റ് എക്സാമ്പിൾ ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതേപോലെ ഞാൻ സെക്കൻഡ് എക്സാമ്പിൾ എടുക്കുകയാണ്. സെക്കൻഡ് എക്സാമ്പിൾ എന്താണ്? എഗെയിൻ നമ്മളൊരു ബെൻസീൻ വരക്കുക. അപ്പൊ ബെൻസീൻ ഇവിടെ ഈ ഒരു ഷേപ്പിലാണ് വരച്ചു കൊടുക്കേണ്ടത്. എന്നിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത്, ഇവിടെ ഒരു OH നെ വരച്ചു. ഇവിടെ OH വരക്കുമ്പോൾ ഹൈഡ്രജൻ താഴോട്ടേക്കായിട്ട് വരക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. ഇവിടെയും നമ്മൾ നോക്കുമ്പോൾ OH ബോണ്ടിങ്ങിനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇതെന്താണ്? ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. ഓക്കെ, ഈ ഒരു കോമ്പൗണ്ടിന്റെ പേര് എന്തായിരിക്കും? ഓർത്തോ ഹൈഡ്രോക്സി ഫിനോൾ. ഇതിന്റെ നെയിമിംഗ് ഒന്നും നമ്മൾ ഓൾറെഡി +2 പഠിച്ചുകൊണ്ടാണ് ഡയറക്റ്റ് പറയുന്നത്. കാരണം ഇത് ഓർത്തോ പൊസിഷൻ ആണ്, നമുക്കറിയാം. ഓർത്തോ ഹൈഡ്രോക്സി ഫിനോൾ, ഇത് പാരാ പൊസിഷൻ ആണെന്ന് അറിയാം. അപ്പൊ ഇവിടെയുള്ള ബോണ്ടിങ് എന്താണ്? ഒരു മോളിക്യൂളിന്റെ അകത്ത് തന്നെ ഉണ്ടാകുന്ന ഹൈഡ്രജൻ ബോണ്ടിങ് നമ്മൾ വിളിക്കുക എന്താ? ഇൻട്രാമോളിക്കുലാർ ഹൈഡ്രജൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു 2 കാര്യം നമ്മളിവിടെ മെൻഷൻ ചെയ്തു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് പോയിന്റ്സുകളാണ്. അതായത് OH സ്ട്രെച്ചിങ് ഫ്രീക്വൻസിയുടെ വാല്യൂ 3300 to 3500 റേഞ്ചിലാണ്. ഇതൊരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. അപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡൈല്യൂട്ട് ചെയ്യുന്ന സമയത്തുള്ള ഡിഫറൻസ് നോക്കാം. ഓൺ ഡൈല്യൂഷൻ എന്തൊക്കെ ചേഞ്ച് വരാം, ഇതിനാണ് നമ്മൾ IR സ്പെക്ട്രം ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. IR സ്പെക്ട്രത്തിന് എന്ത് ചെയ്യുന്നു? കോമ്പൗണ്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് വീണ്ടും നമ്മൾ സ്പെക്ട്രം മെഷർ ചെയ്യും. അപ്പോൾ ഈ ഒരു OHന്റെ റേഞ്ചിന് ഡിഫറൻസ് ഉണ്ടോ എന്ന് കൗണ്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഓൺ ഡൈല്യൂഷൻ എവിടെയാണ് നമുക്ക് ചേഞ്ച് ഇല്ലാതിരിക്കുക? ദർ ഈസ് നോ ചേഞ്ച്. എവിടെയാണ് ചേഞ്ച്? ഓൺ ഡൈല്യൂഷൻ ഇൻ കേസ് ഓഫ്, ആലോചിച്ച് നോക്കുക, in case of intramolecular hydrogen bonding, that is orthohydroxyphenol. ഇവിടെ there is no change because ഇത് ഇൻട്രയാണ്, വിത്തിൻ ദ മോളിക്യൂൾ ആണ്. വിത്തിൻ ദ മോളിക്യൂൾ ആണെങ്കിൽ ഡൈലൂട്ട് ചെയ്താലും അവിടെ മോളിക്യൂളിന് പ്രത്യേകിച്ച് എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് അങ്ങനെയാണോ? ഈ ഒരു കേസിൽ സപ്പോസ് നമ്മൾ ഈ ഒരു കേസ് എടുക്കുകയാണെങ്കിൽ, ഇവിടെയുള്ള ഹൈഡ്രജൻ ബോണ്ടിന് നമ്മൾ ഈ സൊല്യൂഷൻ ഡൈലൂട്ട് ചെയ്യുന്ന സമയത്ത് ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇൻക്രീസ് ആയിട്ട് ഈ ഒരു ബോണ്ട് വീക്ക് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഡൈലൂട്ട് ചെയ്യുന്ന കേസിൽ. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇൻ പാരാഹൈഡ്രോക്സി ഫിനോൾ എന്തുണ്ട്? പാരാഹൈഡ്രോക്സി ഫിനോൾ ഓൺ ഡൈല്യൂഷൻ the molecule gets separated dilute ചെയ്യുന്ന സമയത്ത്, and the intermolecular hydrogen bonding
എന്താണ് വീക്കായി പോകും. ഓക്കെ, therefore there is a shift of, ഇതാണ് നമുക്ക് അറിയേണ്ടത്, there is a shift of absorption frequency with dilution. അതെവിടെ ഉണ്ട്? ഈ ഒരു കേസിൽ ഉണ്ട്. ഓക്കെ, അപ്പൊ അത്രയും പോയിന്റുകൾ ഓർത്ത് വെക്കാം. അപ്പൊ ഇവിടെ ചേഞ്ച് ഇല്ല. അപ്പം ഇത് മനസ്സിലായാലും ഒന്നുകൂടി ഞാൻ സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ഇത്രയേ ഉള്ളൂ. എ ബി എന്ന് പറയുന്ന രണ്ട് കോമ്പൗണ്ട് എടുത്തു, ഒന്ന് ഓർത്തോയും ഒന്ന് പാരയാന്ന് വിചാരിക്കാം. പക്ഷെ നമുക്കത് അറിയില്ല ഇനീഷ്യലി. ഓക്കെ, ഒന്ന് എ ആണ് ബി ആണ്. നമ്മൾ ഇതിന്റെ IR സ്പെക്ട്രം വാല്യൂ മെഷർ ചെയ്തു ഇനീഷ്യലി. ഓക്കെ, ഇനീഷ്യലി നമ്മളൊരു വാല്യൂ മെഷർ ചെയ്തു. നമുക്ക് ഏതെങ്കിലും ഒരു വാല്യൂ കിട്ടിയെന്ന് വിചാരിക്കാം. സപ്പോസ് ഇതിൽ OHന്റെ ഫ്രീക്വൻസി ആണല്ലോ നമ്മൾ നോക്കുന്നത്. അപ്പോൾ രണ്ട് നോക്കിയപ്പോഴും 3300 ഒരു OHന്റെ പീക്ക് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് IR സ്പെക്ട്രം വീണ്ടും നമ്മൾ മെഷർ ചെയ്യും. എപ്പോ? ആഫ്റ്റർ ഡൈല്യൂഷൻ. വീണ്ടും നമ്മളിത് മെഷർ ചെയ്യുമ്പോൾ ഒന്നില് 3300 അതേപോലെ തന്നെ കിട്ടി, രണ്ടാമത്തേതിൽ 2900 കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പൊ എന്ത് സംഭവിച്ചു? വാല്യൂ ഡിക്രീസ് ആയി അല്ലെ? വാല്യൂ ബിന്റെ കേസിൽ വാല്യൂ ഡിക്രീസ് ആയി. അപ്പൊ നമുക്ക് ഇതിൽ എന്ത് മനസ്സിലാക്കാം? ഇതിൻ്റെ അകത്ത് നമുക്ക് മനസ്സിലാക്കാം, ഈ ഒരു കോമ്പൗണ്ടില് ബി എന്ന് പറയുന്നത് ഇന്റർമോളിക്കുലാർ ആണ്. എന്തുകൊണ്ടാണ്? ഷിഫ്റ്റ് ചെയ്തു. എന്ന് പറയുന്നത് there is no shift in the frequency അല്ലെങ്കിൽ shift in the value, therefore this is intramolecular. ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇതിന്റെ പോയിന്റ്സുകൾ ഓർത്ത് വെക്കുക. ഓക്കെ, അടുത്തത് ഒരു ക്വസ്റ്റ്യൻ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. സ്റ്റേറ്റ് ബിയർ ലാംബർട്ട്, വലിയ ക്വസ്റ്റ്യൻ, നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാം. ഫസ്റ്റ്, സ്റ്റേറ്റ് ബിയർ ലാംബർട്ട്സ് ലോ ആൻഡ് എക്സ്പ്ലെയിൻ മോളാർ എക്സ്റ്റൻഷൻ കോഎഫിഷ്യന്റ്. അപ്പൊ ഞാൻ ബിയർ ലാംബർട്ട്സ് ലോന്റെ സ്റ്റേറ്റ്മെന്റ് ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബിക്കോസ് നമുക്ക് ഓൾറെഡി അറിയുന്നതല്ലേ, അത് ഇപ്പൊ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഈ ഒരു ഫിഗർ ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, I0 I വാല്യൂ. ഈ ഒരു ഫിഗർ ഓൾറെഡി ഡെറിവേഷനിൽ പഠിച്ചിട്ടുണ്ട്. ഈ സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വെൻ എ ബീം ഓഫ് മോണോക്രോമാറ്റിക് റേഡിയേഷൻ ഈസ് അലൗഡ് ടു പാസ് ത്രൂ എ ട്രാൻസ്പെറന്റ് മീഡിയം, the rate of decreasing intensity with the thickness of the observing medium is proportional to the intensity of incident radiation at that point and also concentration of the solution. അതായത് ഈ ഒരു പോയിന്റിൽ വന്ന് ഹിറ്റ് ചെയ്യുന്ന റേഡിയേഷൻ ആണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഓക്കെ, DX എന്ന് പറയുന്ന ഈ ഒരു തിക്നെസ്സിലുള്ള വന്ന് ഹിറ്റ് ചെയ്യുന്ന റേഡിയേഷൻ I ആണ്. അവിടെ ഉണ്ടാവുന്ന ചേഞ്ച്, അതായത് ഇങ്ങനെ വന്ന് റേഡിയേഷൻ വന്ന് ഹിറ്റ് ചെയ്യുന്ന സമയത്ത് മോണോക്രോമാറ്റിക് റേഡിയേഷൻ ആണ്, അതായത് സിംഗിൾ വേവ് ലെങ്ത്തിലുള്ള റേഡിയേഷൻ ആണ്. റേറ്റ് ഓഫ് ഡിക്രീസ് ഓഫ് ഇന്റൻസിറ്റി എന്തായാലും കുറയും. -DI ആവാനുള്ള റീസൺ എന്താണ്? നമ്മൾ കൊടുക്കുന്നതല്ല ഇവിടെ എത്തുക, കുറയുമല്ലോ. കുറച്ച് സൊല്യൂഷൻ അബ്സോർബ് ചെയ്ത് ഈ ഒരു പോയിന്റിൽ എത്തുമ്പോൾ എന്തായാലും ഇന്റൻസിറ്റി കുറയും. 100 ആണ് നിങ്ങൾ അപ്ലൈ ചെയ്തെങ്കിൽ ഇവിടെ ചിലപ്പോൾ ഒരു 98 എത്തുള്ളൂ. കാരണം ഇവിടെ വരെ എത്തണമെങ്കിൽ കുറച്ച് സൊല്യൂഷൻ അബ്സോർബ് ചെയ്യുമല്ലോ. അതാണ് ഈ -DI വരുന്നത്. ഓക്കെ, ചേഞ്ച് ആയതുകൊണ്ടാണ് DI എടുക്കുന്നത്. ആ ചേഞ്ച് എപ്പോഴും നെഗറ്റീവ് വാല്യൂ ആവുന്നത് അബ്സോർപ്ഷൻ ഇങ്ങനെ പോകുന്നതോറും കുറഞ്ഞു ലാസ്റ്റ് പുറത്തേക്ക് വരുമ്പോൾ ചിലപ്പോൾ 50 ഉണ്ടാവുള്ളൂ. ഓക്കെ, പിന്നെ അത് തിക്നെസ് ഓഫ് മീഡിയം DXന് പ്രൊപ്പോർഷനിലാണ്. അത് വിച്ച് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു എന്താണ്? ഇന്റൻസിറ്റി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ അറ്റ് ദാറ്റ് പോയിന്റ് I ആൻഡ് ഓൾസോ ദ കോൺസെൻട്രേഷൻ C. അപ്പം ചേഞ്ച് ഇൻ ഇന്റൻസിറ്റിയും തിക്നെസ്സും ആർക്കൊക്കെ പ്രൊപ്പോർഷനിലാണ്? ഇന്റൻസിറ്റി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ Iക്കും കോൺസെൻട്രേഷൻ പ്രൊപ്പോർഷനിലാണ്. ഈ സ്റ്റേറ്റ്മെന്റ് ഇത് പഠിച്ചു വെക്കുക. ഈ ഫിഗർ കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ ഈ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഓർത്തെടുക്കാൻ പറ്റും കേട്ടോ. അതുകൊണ്ട് ഈ ഫിഗർ കൃത്യമായിട്ട് പഠിക്കുക. ഡെറിവേഷന്റെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ മോളാർ എക്സ്റ്റൻഷൻ കോഎഫിഷ്യന്റ് നമ്മൾ കണ്ടുപിടിക്കുക. അവിടെ ഞാൻ ചെയ്തിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ഐ ആം കൺസിഡറിങ് ലോഗരിതമിക് എക്സ്പ്രഷൻ. എവിടെ നിന്ന് കിട്ടി? നമ്മളെ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഡെറിവേഷൻ്റെ അകത്ത് നിന്ന് കിട്ടി. ആ ഇക്വേഷൻ റീറൈറ്റ് ചെയ്യുക. അപ്പോൾ ഡെറിവേഷൻ അറിയുന്ന ഒരാൾക്കാണ് ഇത് ഒറ്റയടിക്ക് എഴുതാൻ പറ്റുക. ഡെറിവേഷൻ അറിയില്ലെങ്കിൽ ഇവിടം വരെ ചിലപ്പോൾ നിങ്ങൾ സോൾവ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരും. അതുകൊണ്ട് ഡെറിവേഷൻ എപ്പോഴും പഠിക്കുക. പ്ലസ് ഇന്റഗ്രൽ ഫോം, ഡിഫറൻഷ്യൽ ഫോം, ലോഗരിതമിക് ഫോം, എക്സ്പോണൻഷ്യൽ ഫോം, ഇത് നമുക്ക് ഒറ്റയടിക്ക് എഴുതാനും നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതാണ് എപ്പോഴും ഈസി. ഇവിടെ ടൈം നമുക്ക് സേവ് ചെയ്യാം. അപ്പോൾ ലോഗിന്റെ എക്സ്പ്രഷനിൽ ഉള്ള എപ്സിലോൺ എന്ന് പറഞ്ഞ ടേം എന്താണെന്നാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. വിച്ച് ഈസ് K/2.303 നമ്മൾ പറഞ്ഞിട്ടുണ്ട് കോൺസ്റ്റന്റ്. ഇറ്റ് ഈസ് കോൾഡ് മോളാർ എക്സ്റ്റൻഷൻ
കോഎഫിഷ്യന്റ് അല്ലെങ്കിൽ മോളാർ അബ്സോർപ്റ്റിവിറ്റി എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എക്സ്റ്റൻഷൻ കോഎഫിഷ്യന്റ് ഇതെന്താണെന്നാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. ഇതൊരു കോൺസ്റ്റന്റ് വാല്യൂ ആണ് ഒരു മോളിക്യൂളിന്. ഇറ്റ് ഈസ് എ ഫിസിക്കൽ കോൺസ്റ്റന്റ് വാല്യൂ ആണ്. അതുപോലെ എന്താണ് ഇത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇപ്പൊ ഇവിടെയുള്ള ഈ അബ്സോർബിങ് സ്പീഷീസ് എത്ര സ്ട്രോങ് ആയിട്ട് കൊടുക്കുന്ന റേഡിയേഷൻ അബ്സോർബ് ചെയ്യുന്നുണ്ട് അതിന്റെ എമൗണ്ട് ആണത്. അതായത് ഹൗ സ്ട്രോങ്ലി എ കെമിക്കൽ സ്പീഷീസ് അബ്സോർബ് ലൈറ്റ് അറ്റ് ഗിവൺ വേവ് ലെങ്ത്. ഓക്കെ, എത്രത്തോളം സ്ട്രോങ് ആയിട്ട് സൊല്യൂഷൻ അല്ലെങ്കിൽ അതിൻ്റെ അകത്തുള്ള കോൺസെൻട്രേഷനിലുള്ള സൊല്യൂഷൻ അബ്സോർബ് ചെയ്യുന്നുണ്ട് എന്നതിന്റെ ഒരു മെഷർമെന്റ് ആണ്. അപ്പോൾ ഹൈ എപ്സിലോൺ ഉദ്ദേശിക്കുന്ന എന്താണ്? മാക്സിമം അബ്സോർപ്ഷൻ, അത്രയും ലൈറ്റിന് അബ്സോർബ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയും പോയിന്റ് 2-3 പോയിന്റ് എങ്കിലും ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പൊ ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി അടുത്തത് പ്രോബ്ലം ആണ്. പ്രോബ്ലത്തിലേക്ക് നിങ്ങൾ നോക്കിക്കോ, എന്താണ് പറയുന്നത് പ്രോബ്ലത്തിൽ പറയുന്നത് ഗിവൺ ഈസ് ദ അബ്സോർപ്ഷൻ സ്പെക്ട്രം ഓഫ് എ കോമ്പൗണ്ട് എ. ശ്രദ്ധിക്കണേ, ഗിവൺ എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നിട്ടുണ്ട്. എന്താണ് തന്നിട്ടുള്ളത്? ഗിവൺ ഈസ് ദ അബ്സോർപ്ഷൻ സ്പെക്ട്രം ഓഫ് കോമ്പൗണ്ട് എ. എന്ന് പറയുന്ന കോമ്പൗണ്ടിന്റെ അബ്സോർപ്ഷൻ സ്പെക്ട്രം തന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നിന്ന് 0.358 എന്ന് പറഞ്ഞാൽ എന്താണ്? എയുടെ വാല്യൂ ആണ് 0.358. ഇതിന്റെ അബ്സോർബൻസ് വാല്യൂ ആണ്. അപ്പോൾ രണ്ട് എയും തമ്മിൽ കൺഫ്യൂസ് ആവരുത്. ഒരു കോമ്പൗണ്ടിന്റെ പേരും എ ആണ്, അബ്സോർബൻസിന് നമ്മൾ എഴുതുന്നതും എ ആയിട്ടാണ്. ഇപ്പൊ കോമ്പൗണ്ട് എയുടെ ഗ്രാഫ് തന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നിന്ന് അബ്സോർബൻസ് ഏറ്റവും ടോപ്പിലുള്ളതെന്ന് മാക്സിമം അബ്സോർപ്ഷൻ, ഇതാണ് അബ്സോർബൻസിന്റെ വാല്യൂ. അത് എ എന്ന് അവിടെ കണ്ടുപിടിച്ചിട്ട് എഴുതുക. അതിന്റെ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട് 2.5 × 10⁻⁻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 ⁻
ഗ്യാസ്. ഓക്കെ, കാൽക്കുലേറ്റ് ദ അൺനോൺ കോൺസെൻട്രേഷൻ, ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ടെസ്റ്റ് സാമ്പിൾ ഓഫ് കോമ്പൗണ്ട് എയുടെ തന്നെ ടെസ്റ്റ് സാമ്പിൾ ഇഫ് ദ അബ്സോർബൻസ് മാറി 0.518 ആയി, അതാണ് കണ്ടുപിടിക്കേണ്ടത്. സെയിം കണ്ടീഷൻ. അപ്പൊ എന്താ ചെയ്യുന്നത്, എന്ന് കിട്ടി. ഇപ്പൊ 2 A പറയുന്നുണ്ട് അല്ലെ. അപ്പൊ ഒന്ന് A1, ഇത് A1 എന്ന് കൊടുക്കാം. A1 എന്ന് പറഞ്ഞാൽ 0.358. C1 എത്രയാണ്, 2.5 ഇൻറ്റു 10⁻⁻6 m. എക്സ് എന്ന് പറയുന്നത് 1 സെന്റിമീറ്റർ. എഫ്സിലോൺ അവിടെ ഉണ്ട്, പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ നമുക്കറിയാം റിക്വയർഡ് ഇക്വേഷൻ A ഈക്വൽ ടു എഫ്സിലോൺ എക്സ് സി, ഇതാണ് റിക്വയർഡ് ഇക്വേഷൻ. ഞാനിവിടെ എഴുതുമ്പം A1 ഈക്വൽ ടു എഫ്സിലോൺ എക്സ് C1, ഇതാണ് ഒന്നാമത്തെ ഇക്വേഷൻ. രണ്ടാമത്തെ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിക്കും A2 എത്രയാണ്, 0.518. C2 അറിയില്ല, എക്സ് സെയിം ആണ്, എഫ്സിലോണും സെയിം ആണ്. സോ ഇക്വേഷൻ എങ്ങനെ എഴുതാം, A2 ഈക്വൽ ടു എഫ്സിലോൺ എക്സ് C2. ഓക്കെ, 1/2 ചെയ്യുക. അപ്പോൾ A1/A2 ഈക്വൽ ടു C1/C2, ഇതാണ് ചെയ്യേണ്ടത്. 0.358 ഡിവൈഡഡ് ബൈ 0.518 ഈക്വൽ ടു 2.5 ഇൻറ്റു 10⁻⁻6 ബൈ C2. ഇവിടെ യൂണിറ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ദർഫോർ C2 ഈക്വൽ ടു നിങ്ങൾ സോൾവ് ചെയ്യുക. നമുക്ക് അപ്രോക്സിമേറ്റ്ലി റൗണ്ട് ഒക്കെ ചെയ്താൽ 3.62 ഇൻറ്റു 10⁻⁻6 മോളാർ കിട്ടും. കാൽക്കുലേറ്റർ സോൾവ് ചെയ്ത് നോക്കുക, ഈ ആൻസർ കിട്ടുന്നുണ്ടോ. ഓക്കെ, ഇവിടെ ഇതാണ് നമ്മുടെ മെയിൻ ഇക്വേഷൻ. പല സ്ഥലങ്ങളിൽ നമ്മളിത് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ, പ്രോബ്ലത്തിലൊക്കെ നമുക്ക് യൂസ്ഫുൾ ആണ്. ഈ ഒരു കാര്യം എപ്പോഴും മൈൻഡിൽ ഉണ്ടായിരിക്കണം. ഈ ഒരു ഇക്വേഷൻ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അവർ സെയിം കണ്ടീഷനൊക്കെ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുള്ളത്. ഇത്രയാണ് ഈ ക്വസ്റ്റ്യൻ ഉള്ളത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇത് കണ്ടിട്ട് പലരും അറ്റൻഡ് ചെയ്യൂല, പക്ഷെ ഇതൊരു പാർട്ടായിട്ട് നോക്കിക്കഴിഞ്ഞാൽ സിമ്പിൾ ആണ് കേട്ടോ. അപ്പൊ ഇവിടെ എപ്പോഴും തെറ്റിപ്പോകുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്, ഗിവൺ ഈസ് ദ അബ്സോർപ്ഷൻ സ്പെക്ട്രം ഓഫ് എ കോമ്പൗണ്ട്. ഈ ഒരു സ്പെക്ട്രം ആണ് അവർ ഉദ്ദേശിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ CHCl3 gives a singlet at 7.26 while CH3Cl shows singlet at 3.06 in the hydrogen NMR spectrum. Reason, എന്താണ് കാരണം, അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട്. ആദ്യത്തെ CHCl3 ഇവിടെ വരച്ചിട്ടുണ്ട്. 7.26 കിട്ടുന്നത് NMR സ്പെക്ട്രം. മറ്റേതിൻ്റെത് 3.06 കിട്ടുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ കിട്ടുന്നതെന്നാണ് അവർ ചോദിക്കുന്നത്. ഇറ്റ് ഇസ് ബിക്കോസ് ഓഫ് cumulative effect of electronegative substituents. This effect is called, നമുക്കിങ്ങനെ പറയാം, the de-shielding effect of, it is called the de-shielding, point ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, the de-shielding effect of cumulative, അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, the de-shielding effect of, ആ സ്റ്റേറ്റ്മെന്റ് ഇമ്പോർട്ടൻ്റ് ആണ്, ഇലക്ട്രോനെഗറ്റീവ്
substituents, electronegative substituents are cumulative. ക്യുമുലേറ്റീവ് എഫക്റ്റ് ആണ് ഇതിന്റെ ആൻസർ. അതായത് ദ ഡീഷീൽഡിങ് എഫക്ട് ചെയ്യുന്ന എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത്? ഇലക്ട്രോ നെഗറ്റീവ് സബ്സ്റ്റിറ്റ്യൂവൻസ് ആർ ക്യുമുലേറ്റീവ്. അപ്പൊ ഡീഷീൽഡിങ്ങിനെ എഫക്ട് ചെയ്യും. ഓൾറെഡി ക്ലോറിൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂവൻസ് ആണ്. അത് ക്യുമുലേറ്റീവ് ആയിട്ട് ആഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഈ നമ്മൾ ടെക്സ്റ്റിൽ ഒരു എക്സാമ്പിൾ പഠിച്ചിട്ടില്ലേ? ലൈക്ക് എന്താണ് CH3, CH2Cl2, CH3Cl. ഇത് പറയേണ്ട ആവശ്യമില്ല കേട്ടോ, ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ 3 ക്ലോറിൻ 2 ക്ലോറിൻ 1 ക്ലോറിൻ, ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ക്ലോറിന്റെ എണ്ണം കുറഞ്ഞു വരുന്നു. ഇതിനാണ് ക്യുമുലേറ്റീവ് എഫക്റ്റ് എന്ന് പറയുക. ഒന്നെങ്കിൽ കൂടി വരിക അല്ലെങ്കിൽ കുറഞ്ഞു വരിക. അപ്പൊ ഇത് ഡീഷീൽഡിങ്ങിനെ എഫക്ട് ചെയ്യും. എങ്ങനെയാണ്? ഇവിടെ മോർ ഡീഷീൽഡിങ് ആയിരിക്കും, ഇവിടെ ലെസ് ഡീഷീൽഡിങ് ആയിരിക്കും, ഇവിടെ ഇൻ ബിറ്റ്വീൻ ഡീഷീൽഡിങ് ആയിരിക്കും. ഓക്കെ, ഇതിന്റെ റീസൺ എന്താണ്? ഈ ക്ലോറിൻ ഇങ്ങനെ ക്യുമുലേറ്റീവ് ആയിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഫസ്റ്റ് കേസിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഇൻ CHCl3 എന്താണ് 3 ക്ലോറിൻ. ഇപ്പൊ 3 ക്ലോറിനും ഇലക്ട്രോണിനെ വലിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇലക്ട്രോൺ ഡെൻസിറ്റി കുറയും അല്ലെ? ഇതിന്റെ ചുറ്റുള്ള ഇലക്ട്രോൺ ഡെൻസിറ്റി കുറഞ്ഞിട്ട് ഇവിടെ എന്താ സംഭവിക്കുക? ഭയങ്കരമായിട്ടുള്ള ഡീഷീൽഡിങ് എക്സ്പീരിയൻസ് ചെയ്യും. ഹൈ ഡെൽറ്റ വാല്യൂ ആയിരിക്കും. അതാണ് 7ൽ കിട്ടുന്നത്. ഇവിടെയാണെങ്കിൽ 1 ക്ലോറിൻ മാത്രമേ ഉള്ളൂ ഇലക്ട്രോണിനെ വലിക്കാൻ. അപ്പൊ ഇതിന് ഇലക്ട്രോൺ ഡെൻസിറ്റി കുറയും. പക്ഷെ ഇതിനെ വെച്ച് നോക്കുമ്പോൾ വലിയ പ്രശ്നമില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇതിന്റെ വാല്യൂ കമ്പയർ ടു ദിസ് ലോ ഡെൽറ്റ വാല്യൂ. എന്നാലും ഡീഷീൽഡിങ് തന്നെയാണ് ഉണ്ടാവുക. പക്ഷെ ഇത് കമ്പയർ ചെയ്യുമ്പോൾ ലോ ഡെൽറ്റ വാല്യൂ. ഇത് നമുക്ക് വീണ്ടും മനസ്സിലാവുന്നില്ലെങ്കിൽ നമ്മൾ കെമിക്കൽ ഷിഫ്റ്റ് സ്കെയിലിലേക്ക് പോവാ. അവിടെ ഈ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. ഷീൽഡിംഗ് എന്ന് പറഞ്ഞാൽ റൈറ്റിലേക്ക് പോവും, അതായത് വാല്യൂ കുറഞ്ഞു വരും. ഡീഷീൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടേക്ക് ലെഫ്റ്റിലേക്ക് പോവും. ഹൈ ഡെൽറ്റ വാല്യൂ ആയിരിക്കും. എപ്പോഴാണെന്നൊക്കെ നമ്മളിവിടെ ഈ ഒരു കെമിക്കൽ ഷിഫ്റ്റ് സ്കെയിൽ നമ്മൾ റെഫർ ചെയ്യാം കേട്ടോ. ഇത് മനസ്സിലായല്ലോ? ക്യുമുലേറ്റീവ് എഫക്ട് എന്നുള്ള ഒരു ടേം ഈ ആൻസറിൽ വന്നാലാണ് നിങ്ങൾക്ക് മാർക്ക് കിട്ടുക കേട്ടോ. അപ്പൊ അത് ശ്രദ്ധിക്കാം. ആ ഒരു സ്റ്റേറ്റ്മെന്റ് അത്ര ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇത് കെമിക്കൽ ഷിഫ്റ്റിന്റെ ഫാക്ടേഴ്സിന്റെ ക്ലാസ്സിൽ ഉണ്ടാവും. അപ്പൊ നോക്കിയാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ 9th ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ദ റീസൺ ഫോർ ബ്രോഡനിങ് ഓഫ് UV വിസിബിൾ സ്പെക്ട്രം. ഇവിടെ നിങ്ങൾക്ക് ഒരു ഹിന്റ് തന്നിട്ടുണ്ട്. എന്താണ് നമ്മൾ മനസ്സിലാക്കണം? UV വിസിബിളിന്റെ ബ്രാക്കറ്റിൽ ഇലക്ട്രോണിക് എന്ന് തന്നിട്ടുണ്ട്. തരേണ്ട ആവശ്യം ആക്ച്വലി ഇല്ല, പക്ഷെ അവർ തന്നിട്ടുള്ളത് ഒരു ഹിന്റ് ആണ്. എന്താന്ന് വെച്ചാൽ നമുക്ക് ആൻസറിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള വഴിയാണ് തന്നിട്ടുള്ളത്. അതായത് ഇവിടെ നിങ്ങൾ ഇലക്ട്രോണിക് ട്രാൻസിഷനെ കൺസിഡർ ചെയ്യണം എന്നാണ് അവർ ഉദ്ദേശിച്ചിട്ടുള്ളത്. നമുക്കറിയാം UV വിസിബിൾ സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് സ്പെക്ട്രം തന്നെയാണ്. അതിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എപ്പോഴും ഇലക്ട്രോണിക് ട്രാൻസിഷൻ ആണ്. അതിന് വേണ്ടിയിട്ടാണ് ആ ബ്രാക്കറ്റിൽ അത് തന്നിട്ടുള്ളത്, ഇലക്ട്രോണിക് ട്രാൻസിഷൻ. ഇപ്പൊ നമ്മൾ പഠിച്ചൊരു പോയിന്റിലേക്ക് പോവാം. ഇലക്ട്രോണിക് ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് ട്രാൻസിഷൻ ഓഫ് എ മോളിക്യൂൾ ആർ ഓൾവേസ് അക്കംപനീഡ് ബൈ വൈബ്രേഷണൽ ആൻഡ് റൊട്ടേഷണൽ ട്രാൻസിഷൻ. ആൻഡ് ഇവിടെ ഒരു പോയിന്റ് കൂടെ ഉണ്ട്, വൈബ്രേഷണൽ ട്രാൻസിഷൻസ് ആർ ഓൾവേസ് അക്കംപനീഡ് ബൈ റൊട്ടേഷണൽ ട്രാൻസിഷൻ. അത് പറയണമെന്നില്ല, ഇത് മാത്രം പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ, ദസ് UV വിസിബിൾ സ്പെക്ട്രം അപ്പിയേഴ്സ് ആസ് ബ്രോഡ് ബാൻഡ്. എന്നിട്ട് ഈ ഗ്രാഫും നിങ്ങൾ വരച്ചു കൊടുക്കുക. ഈ ഗ്രാഫും നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഓൾറെഡി. ഇത്രയേ ഉള്ളൂ. ഒരു ഇലക്ട്രോണിക് എനർജി ലെവൽ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് വീണ്ടും സെപ്പറേറ്റ് ആയിട്ട് സബ് എനർജി ലെവൽസ് ഉണ്ട്. ഏതൊക്കെയാണുള്ളത്? വൈബ്രേഷണൽ, ഈ ബ്ലാക്കിൽ കാണിച്ചുള്ള വൈബ്രേഷനും ഈ ഒരു പർപ്പിളിൽ കാണിച്ചുള്ള റൊട്ടേഷനുമാണ്. വൈബ്രേഷനും റൊട്ടേഷനും മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഒരു കേസിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി ഇലക്ട്രോണിക് എനർജി ലെവൽ, ഇലക്ട്രോണിക് ട്രാൻസിഷൻ എന്ന് പറയുന്നത് അവിടെ ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് ഒറ്റക്കല്ല, അതിന്റെ അകത്ത് വീണ്ടും സബ് ട്രാൻസിഷൻസ് ഉണ്ട്. അങ്ങനെയാണ് സമയത്ത് അവിടെ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ആർ എക്സ്പെക്ടിങ് ഒരു ഇലക്ട്രോണിക് സ്പെക്ട്രം, ഒരു UV സ്പെക്ട്രം എന്ന് പറയുമ്പോൾ നമ്മളെ എക്സ്പെക്ടേഷൻ ഇതാണ്. അതായത് നമ്മളിങ്ങനെയാണ് സ്പെക്ട്രം വരക്കുന്നത്, വേവ് ലെങ്ത്തും അബ്സോർബൻസും വെച്ചിട്ട്. അപ്പൊ നമ്മൾ വിചാരിക്കുന്നു നമുക്ക് ഇങ്ങനത്തെ ഒരു സ്പെക്ട്രം കിട്ടുന്നു. ഓക്കെ, ഷാർപ്പ് പീക്കുള്ള ഒരു സ്പെക്ട്രമാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അല്ലെ? ഇങ്ങനത്തെ ഒരു സ്പെക്ട്രമാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ഇത് കിട്ടുന്നില്ല. പകരം നമുക്ക് കിട്ടാൻ പോകുന്നത് എങ്ങനെയുള്ള പീക്കാണ് കിട്ടുന്നത്? പകരം ബ്രോഡ് ആയിട്ടുള്ള പീക്കാണ് കിട്ടുന്നത്. ഇതാണ് ബ്രോഡ് ബാൻഡ്. ഇങ്ങനെ ബ്രോഡ് ആയി പോകാനുള്ള റീസൺ എന്താണ്? ഇവിടെ നടക്കുന്ന ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് എന്താണ്? ഓൾവേസ് അക്കംപനീഡ് ബൈ വൈബ്രേഷൻ ആൻഡ് റൊട്ടേഷൻ ട്രാൻസിഷൻ. സിംഗിൾ ആയിട്ടുള്ള അല്ല. അപ്പൊ അതിന്റെ ഷാർപ്നെസ്സിനെ എഫക്ട് ചെയ്യും. അപ്പൊ അതിനെ ബ്രോഡ് ആയിട്ടുള്ള സ്പെക്ട്രം ആയിട്ട് ടേൺ ചെയ്യും. അതാണ് റീസൺ. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ ആൻസറിൽ വരേണ്ടത് കേട്ടോ. ഈ ഗ്രാഫ് വരച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, വരച്ചു കഴിഞ്ഞാൽ വളരെ നല്ലത്. പിന്നെ ഈ സ്റ്റേറ്റ്മെന്റ് തന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ.
ലാസ്റ്റ് ക്വസ്റ്റൻ ആണ് explain the origin of spin spins. രണ്ട് പാർട്ട് ഉണ്ട് ഈ ക്വസ്റ്റ്യന്. explain the origin of spin spin splitting and draw the splitting pattern of CH3 CH2 CH2 CH. രണ്ട് പാർട്ടാണ് ഉള്ളത്. ആദ്യം ഒരു തിയററ്റിക്കൽ പാർട്ട്, പിന്നെ ഒരു പ്രോബ്ലമാറ്റിക് പാർട്ട്. ഫസ്റ്റ് നമുക്ക് തിയററ്റിക്കൽ പാർട്ടിന്റെ കാര്യം നോക്കാം. ഇതൊക്കെ നിങ്ങളെ തിയറി ആണ്, ജസ്റ്റ് വായിച്ചു പോയാൽ മതി. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുള്ള റെഫർ ചെയ്താൽ മതി. സ്പിൻ സ്പിൻ സ്പ്ലിറ്റിംഗ് എന്താണെന്നൊരു ഐഡിയ ഉണ്ടാവുമല്ലോ. അതായത് ഒരു എക്സാമ്പിൾ ഞാൻ എടുത്തിട്ട് പറഞ്ഞുതരാം, അറിയാത്ത ആൾക്കാർക്ക്. കൊണ്ട് അല്ലാത്ത ആൾക്കാർ അടുത്ത പ്രോബ്ലത്തിലേക്ക് ഡയറക്റ്റ് പോയാൽ മതി. ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്. ഈ ഒരു കേസിൽ ഇത് മനസ്സിലാവാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇത് H1 H2 അല്ലെങ്കിൽ എ നോക്കാം. എ ബി ബി. ഓക്കെ, ഇതൊക്കെ ബി പ്രോട്ടോണ്, ഇതൊക്കെ എ പ്രോട്ടോൺ. ഓക്കെ, ഒരു കോമ്പൗണ്ട് എടുത്തേ. ഇതാണ് കോമ്പൗണ്ട്. അപ്പൊ ഈ കോമ്പൗണ്ടിന്റെ കേസിൽ ഞാൻ പറഞ്ഞുതരാം എന്താണ് സ്പിൻ സ്പിൻ സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു കോമ്പൗണ്ടിന് നമ്മൾ HA എന്ന് പറയുന്നത് നമുക്കറിയാലോ. ഇതിന്റെ NMR സിഗ്നൽ എടുക്കുമ്പോൾ ഈ 3 HAയും ഐഡന്റിക്കൽ ആയതുകൊണ്ട് ഇവർ 3 പേരും ഒരു സിംഗിൾ സിഗ്നൽ ആയിട്ടാണ് തരിക. ഇതിനൊരു സിഗ്നൽ തരും. അതേപോലെ HB എന്ന് പറയുന്ന 2 പേരും ഐഡന്റിക്കൽ ആയതുകൊണ്ട് അല്ല ഒരേ കാർബണിലുള്ള 2 പേരല്ല ഒരുപോലത്തെ, അവരും ഒരു സിഗ്നൽ ഇല്ല. അപ്പൊ ടോട്ടൽ നമുക്ക് 2 സിഗ്നൽ ആണ് കിട്ടുക. 2 സിഗ്നലാണ് ഇവിടെ നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇതിന്റെ കേസിൽ എന്തുകൊണ്ടാണ് അങ്ങനെ 2 സിഗ്നൽ കിട്ടുന്നതും അതേപോലെ എന്തുകൊണ്ടാണ് അവിടെ സ്പ്ലിറ്റിംഗ് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ HAന്റെ സ്പ്ലിറ്റിംഗ് ആണ് ആദ്യം എടുക്കുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, ദർ ആർ 2 ടൈപ്സ് ഓഫ് സിഗ്നൽ, HA സിഗ്നൽ ആൻഡ് HB സിഗ്നൽ. HAന്റെ സിഗ്നൽ എടുക്കുമ്പോൾ ഇതിന്റെ സ്പിന്നിനെ മാഗ്നറ്റിക് സ്പിന്നിനെ ആര് എഫക്ട് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്തിരിക്കുന്ന HB എഫക്ട് ചെയ്യും. ഇവരുടെ സ്പിന്നുകൾ തമ്മിൽ പരസ്പരം കപ്പിൾ ചെയ്യും. നമ്മളൊരു റിപ്പൽ ചെയ്യാന്നൊക്കെ പറയുന്ന പോലെ അടുത്തടുത്ത് വരുന്ന സമയത്ത് ഈ ഒരു പ്രശ്നം ഉണ്ടാവും. അപ്പൊ ഇത് വെറുതെ നമുക്ക് എല്ലാവരും, അതായത് അടുത്ത് ഒക്കെയുള്ള ഇപ്പുറത്ത് ഒരു CH2 ഉണ്ട് അത് വന്ന് കപ്പിൾ ചെയ്യും അങ്ങനെ പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഒരു റൂൾ ഉണ്ട്. അതായത് സ്പിൻ സ്പ്ലിറ്റിംഗ് നടക്കണമെങ്കിൽ ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എപ്പോഴും ഒരു കൗണ്ടബിൾ ആണ്. ലൈക്ക് HAയും HBയും തമ്മിലുള്ള ഡിസ്റ്റൻസ് 1 2 3 1 2 3 3 ബോണ്ട് സെപ്പറേഷൻ, 3 ബോണ്ട് സെപ്പറേഷനിലായിരിക്കണം HAയും HBയും. ഇങ്ങനെയുള്ള പ്രോട്ടോൺസിന് പേരുണ്ട് വിസിനൽ പ്രോട്ടോൺസ്. വിസിനൽ പ്രോട്ടോൺസ് എന്താണ്? 3 ബോണ്ട് സെപ്പറേഷൻ. പ്രോട്ടോൺസ് ആർ പ്ലേസ്ഡ് അറ്റ് 3 ബോണ്ട് സെപ്പറേഷൻ. 3 ബോണ്ട് സെപ്പറേഷനിൽ കിടക്കുന്ന പ്രോട്ടോൺസ് ഇവർ തമ്മിലാണ് കപ്പിൾ ചെയ്യുക. അപ്പൊ ഇവിടെയുള്ള എല്ലാ HAയും ഇവിടെയുള്ള 2 HBയും ആയിട്ടും കപ്പിൾ ചെയ്യും. ഇങ്ങനെ കപ്പിൾ ചെയ്യുന്നതിന്റെ റിസൾട്ടന്റ് ആയിട്ട് നമ്മൾ ഇങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്ന HAയുടെ സിഗ്നൽ എന്ത് സംഭവിക്കും? അതിൽ സ്പ്ലിറ്റിംഗ് നടക്കും. അതേപോലെ HBന്റെ കേസിലും HBന്ന് നിങ്ങൾ HAയിലേക്കുള്ള ഡിസ്റ്റൻസ് നോക്കിയാലും 3 ബോണ്ട് ആണ്. സോ HBയുടെ സ്പിന്നിനെയും HA എഫക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മൾ HBന്റെ സിഗ്നൽ എടുക്കാൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഇങ്ങനെ ഒരു സിഗ്നൽ ആയിരിക്കും, പക്ഷെ നമുക്ക് കിട്ടുക സ്പ്ലിറ്റ് ചെയ്ത സിഗ്നൽ ആയിരിക്കും. ബിക്കോസ് ഇതിന്റെ സ്പിന്നുകൾ പരസ്പരം ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. നമുക്കൊരു പോയിന്റിലേക്ക് വരാം. പോയിന്റ് എന്ന് പറയുന്നത് സ്പിൻ ഓഫ് നൈബറിംഗ് പ്രോട്ടോൺസ് ഇന്ററാക്ട് വിത്ത് ദ സ്പിൻ ഓഫ് ദ ഒബ്സർവ്ഡ് പ്രോട്ടോൺ. നിങ്ങൾ H ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ അത് അതിന്റെ സ്പിന്നിനെ ആര് എഫക്ട് ചെയ്യുന്നു? HBയുടെ സ്പിന്ന് എഫക്ട് ചെയ്യുന്നു. HB ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ ഒബ്സർവ് ചെയ്യുന്നെങ്കിൽ അതിന്റെ സ്പിന്നിനെ ആര് എഫക്ട് ചെയ്യുന്നു? HA ബോട്ട് എഫക്ട് ചെയ്യുന്നു. ദിസ് മാഗ്നറ്റിക് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ നെയ്ബറിംഗ് ന്യൂക്ലിയർ വിൽ സ്പ്ലിറ്റ് ദ NMR സിഗ്നൽ. അപ്പോൾ NMR സിഗ്നൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതല്ല കിട്ടുക, എന്താണ് സ്പ്ലിറ്റ് ആയിട്ടാണ് കിട്ടുക. നോൺ ഈക്വലന്റ് പ്രോട്ടോൺസ് വിൽ കപ്പിൾ ഓർ വിസിലർ പ്രോട്ടോൺസ് വിൽ കപ്പിൾ. അതായത് HA ഇതിൻ്റെ അകത്തുള്ള 3 HAയും പരസ്പരം കപ്പിൾ ചെയ്യില്ല, അല്ലെങ്കിൽ 2 HBയും തമ്മിൽ കപ്പിൾ ചെയ്യില്ല. HAയും HBയും തമ്മിലാണ് കപ്പിളിംഗ് നടക്കുക. നോൺ ഈക്വലന്റ് ആയിട്ടുള്ള പ്രോട്ടോൺസ് ആണ് കപ്പിൾ ചെയ്യാം. അതാണ് വിസിലർ പ്രോട്ടോൺസ് 3 ബോണ്ട് സെപ്പറേഷനിലുള്ളത്. ആസ് എ റിസൾട്ട് സിംഗിൾ absorption peak in NMR spectrum split into multiple peaks such as doublet, triplet, quartet. ഇത് NMRന്റെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് സ്പ്ലിറ്റിംഗ് എങ്ങനെയാണ്, അതിന്റെ പേര് എന്തൊക്കെയാണ്, അതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, ഇവിടെ നമുക്ക് ഇതാണ്, ഇത്രയും പോയിന്റ്സ് ഉണ്ട്. നിങ്ങൾക്ക് എലാബറേറ്റ് ചെയ്യാം, നിങ്ങളുടേതായ രീതിയിൽ കണ്ടുപിടിക്കാം, വേറെ പോയിന്റ്സ് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. കാരണം തിയറിയാണ്, തിയററ്റിക്കൽ പാർട്ട് നിങ്ങൾ തന്നെ വർക്കൗട്ട് ചെയ്യുക, വായിച്ചിട്ട് തന്നെ ഒരു ഐഡിയ ഉണ്ടാക്കി എടുക്കുക. അപ്പൊ ഇവിടെ നമുക്ക് ഒരു പാസ്കൽസ് ട്രയാങ്കിൾസ് കൂടെ ഇതിന്റെ ഭാഗമായിട്ട് പഠിച്ചിട്ടുണ്ട്. നമുക്കൊക്കെ അടുത്തതിൽ ചെയ്യാം. ഇതാണ് ഇപ്പൊ ഇതിന്റെ നെക്സ്റ്റ് ക്വസ്റ്റിന്റെ ഭാഗം എന്താണ്? ഈ ഒരു ഇത് സോൾവ് ചെയ്യുക, സ്പ്ലിറ്റിംഗ് പാറ്റേൺ സോൾവ് ചെയ്യുക. ഇതാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. CH3 CH2 CH2 Cl ഇതാണ് സോൾവ് ചെയ്യേണ്ടത്. ഞാൻ ഓരോ സ്റ്റെപ്പായിട്ട് എഴുതിയിട്ടുണ്ട്, സോൾവ് ചെയ്ത് പോവാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്?
നമ്പർ ഓഫ് സിഗ്നൽ കണ്ടുപിടിക്കാം. നമ്പർ ഓഫ് സിഗ്നൽ ഉദ്ദേശിക്കുന്നത് ഹൗ മെനി ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് പ്രോട്ടോൺസ് ആർ പ്രസന്റ് ഇൻ ദ ഗിവൺ മോളിക്യൂൾ. എത്ര ടൈപ്പ് പ്രോട്ടോൺസ് ഉണ്ട് ഞാനിവിടെ അത് മെൻഷൻ ചെയ്യാം. എ, ബി, സി അല്ലേ, മൂന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗ്രൂപ്പുകളല്ലേ. അതായത് ഒന്നും ഐഡന്റിക്കൽ ഇല്ല. ഈ രണ്ട് CH2 ഒരിക്കലും ഐഡന്റിക്കൽ അല്ലേ. അതായത് ഈ CH2ന്റെ അടുത്ത് CL ആണുള്ളത്, ഈ CH2ന്റെ ഒരു ഭാഗത്ത് CH3 CH2 ആണുള്ളത്. രണ്ടിന്റെയും കെമിക്കൽ എൻവയോൺമെന്റ് ഡിഫറെന്റ് ആണ്. ചുറ്റുമുള്ള ആൾക്കാർ ഡിഫറെന്റ് ആകുമ്പോൾ അത് ഡിഫറെന്റ് ആയിട്ടുള്ള സെറ്റുകളാണ്. സോ 3 സിഗ്നൽ ആണ് കിട്ടുക. ഓക്കെ, നമുക്ക് മെൻഷൻ ചെയ്യാം. There are 3 signal. Number of signal 3. Step 2 പൊസിഷൻ ഓഫ് സിഗ്നൽ അല്ലെങ്കിൽ ഡെൽറ്റ വാല്യൂ. ഇത് തരുന്ന എന്താണെന്ന് വെച്ചാൽ ഡീറ്റെയിൽസ് നാച്ചർ ഓഫ് പ്രോട്ടോണിക് എൻവയോൺമെന്റ്, അതായത് ഷീൽഡിംഗ് ആണോ ഡീഷീൽഡിംഗ് ആണോ അങ്ങനെയുള്ള ഇൻഫർമേഷൻ അതിവിടെ സോൾവ് ചെയ്യാം. അതായത് CH3 CH2 CH2 Cl. ഓക്കെ, എ ബി സി. ഇത് നമ്മൾ നോക്കുമ്പോൾ ക്ലോറിന്റെ തൊട്ടടുത്തുള്ള ആളാണ്. ഇത് ക്ലോറിൻ ഇലക്ട്രോണിനെ വലിക്കും. സോ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാവുക ക്ലോറിന്റെ തൊട്ടടുത്തുള്ള ആൾക്കാണ്. സോ ദിസ് ഈസ് മോർ ഡീഷീൽഡിംഗ് ബിക്കോസ് ഇറ്റ് ഈസ് ക്ലോസർ ടു ഇലക്ട്രോനെഗറ്റീവ് ആറ്റം ക്ലോറിൻ. അതാണ് കൂടുതൽ മൈനസ് എഫക്റ്റ് ഒക്കെ എഫക്റ്റ് ചെയ്യുന്നത്, ഫീൽ ചെയ്യുന്നത്. സോ ഇവിടെ നമുക്ക് ഒരു പോയിന്റ് കൂടെ പറയാം. മോർ ഡീഷീൽഡിംഗ് ആണെങ്കിൽ ഹൈ ഡെൽറ്റ വാല്യൂ, ഹൈ ഡെൽറ്റ വാല്യൂ ആണെങ്കിൽ ഫാർ ഫ്രം TMS. ഇതൊക്കെ ഇവിടെ നിന്ന് കിട്ടി, കെമിക്കൽ ഷിഫ്റ്റിന്റെ സ്കെയിലിൽ നിന്ന് കിട്ടി. ഓക്കെ, ആ സ്കെയിൽ ഒന്നുകൂടെ സൈഡിൽ വരച്ചു വെക്കുക. ഈ സ്കെയിലില്ല, ഏതാണ് ഈ ഒരു സ്കെയില് വരച്ചു വെക്കുക സൈഡിൽ കേട്ടോ. എന്നാൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ ഹെൽപ്പ് ആയിരിക്കും. അടുത്തത് ഞാൻ എ ആണ് ചെയ്യുന്നത്. എയുടെ കേസിൽ എന്താണ് ലെസ് ഡീഷീൽഡിംഗ് എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം മോർ ഷീൽഡിംഗ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ യൂസ് ചെയ്യാം. മോർ ഷീൽഡിംഗ് യൂസ് ചെയ്തോ, കുഴപ്പമില്ല. രണ്ട് കറക്റ്റ് ആണ്. മോർ ഷീൽഡിംഗ് ആണെങ്കിൽ ലോ ഡെൽറ്റ വാല്യൂ ക്ലോസർ ടു TMS. കെമിക്കൽ ഷിഫ്റ്റ് സ്കെയിലിൽ നിന്നാണ് ഇത് കിട്ടുന്നത് കേട്ടോ. ഇത് നമുക്ക് പറയാം അതായത് ഇൻ ബിറ്റ്വീൻ. ഇത് നമുക്ക് പറയാം ഇൻ ബിറ്റ്വീൻ എന്ന് പറയണമെന്നില്ല. നമുക്ക് ഇതിന്റെ പോയിന്റ് എങ്ങനെ പറയാം, ലെസ് ഷീൽഡിംഗ് എന്ന് പറയാം, ഓർ ലെസ് ഡീഷീൽഡിംഗ് എന്ന് പറയാം. അല്ല, ഇതിന്റെ പൊസിഷൻ വരുന്നത് ഇൻ ബിറ്റ്വീൻ. അതോടെ നോട്ട് ചെയ്ത് വെക്കുക, A and C. ഇവിടെ നമുക്ക് അറിയില്ല, ഇൻ ബിറ്റ്വീൻ A and C ആയിരിക്കും. ഓക്കെ, അടുത്തത് സ്പ്ലിറ്റിംഗ് ഓഫ് സിഗ്നൽ N+1 റൂൾ. മൾട്ടിപ്ലറ്റ് റൂൾ വെച്ചിട്ട് ഇത് സോൾവ് ചെയ്യാം. ആദ്യം നമുക്ക് സോൾവ് ചെയ്യുന്നത് എ എന്ന് പറയുന്ന ആരാണ് CH3 പ്രോട്ടോൺസ്. ഓക്കെ, അത് സോൾവ് ചെയ്യട്ടെ. N+1 ഈക്വൽ ടു എന്താണ് CH3യുടെ നൈബറിംഗ് പ്രോട്ടോൺസ് എത്രയാണ്. ഇത് മനസ്സിലാവാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഇവിടെ എഴുതാം. ഇവിടെ പേരും കൊടുക്കുക HA 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 HB HC. ഓക്കെ, മാറിപ്പോവരുത്. ഇങ്ങനെ വരച്ചു വെക്കാം. മൂന്ന് ആൾക്കാരാണ്, ഒരു കാരണവശാലും ഇത് മാറിപ്പോകാൻ പാടില്ല കേട്ടോ. സോൾവ് ചെയ്യാം നമുക്ക്. CH3 പ്രോട്ടോൺ എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്? ഇത് സ്പ്ലിറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിന്റെ നൈബറിംഗ് പ്രോട്ടോൺസ് 2 പേരാണ് ഉള്ളത്. ഓക്കെ, HC കൗണ്ട് ചെയ്യരുത്, കാരണം HCയും HA തമ്മിൽ ഡിസ്റ്റൻസ് നോക്കിക്കഴിഞ്ഞാൽ 1 2 3 4 ആണ്. 1 2 3 4 ആണ്. 4 അല്ല, 3 ബോണ്ട് സെപ്പറേഷനുള്ള മാത്രമേ കപ്പിൾ ചെയ്യുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഇതിന്റെ N എന്ന് പറഞ്ഞാൽ എന്താണ് നമ്പർ ഓഫ് നൈബറിംഗ് പ്രോട്ടോൺസ് ദാറ്റ് ആർ വിസിനൽ. സോ Hയുടെ നൈബറിംഗ് പ്രോട്ടോൺസ് 2 പേരുകൾ, 2 HB. സോ 2 + 1 ഈക്വൽ ടു 3. 3 ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് ട്രിപ്ലെറ്റ്. റേഷ്യോ 1:2:1. അടുത്തത് ബി എന്ന് പറയുന്നത് CH2. രണ്ട് നൈബറിംഗ് CH2 അടുത്ത് നോക്കുമ്പോൾ HB ആണ്. HBന്റെ തൊട്ടടുത്ത് 2 ഹൈഡ്രോ കാർബൺസ് HCയും HAയും സെറ്റ് ആണുള്ളത്. ഇത് 3 എണ്ണം, ഇത് 2 എണ്ണം. അപ്പോൾ രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 5 കിട്ടും. ടോട്ടൽ N വാല്യൂ 5 ആണ്. ഇവിടെ എന്താണ് N വാല്യൂ 5 ആ വരുന്നത്. എങ്ങനെയാ വരുന്നത്? 3 HAയും 2 HCയും ഒരുമിച്ച് കൂട്ടാം. സോ 5 + 1 = 6. അതിന് സെക്സ്റ്ററ്റ് എന്ന് പറയും. റേഷ്യോ 1:10:10:5:1. ഇത് ഞാൻ ബൈഹാർട്ട് പഠിച്ചതല്ല, പാസ്കൽസ് നോക്കിയിട്ട് നിങ്ങൾ എഴുതിയാൽ മതി. ബൈഹാർട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. മൂന്നാമത്തത് CH2 പ്രോട്ടോൺസ്. CH2 പ്രോട്ടോൺസ് N+1 റൂൾ അപ്ലൈ ചെയ്യുക.
എച്ച് സിന്റെ തൊട്ടടുത്തുള്ളത് എച്ച് ബി, 2 HB ആണ്. 2 + 1 അത് തന്നെ കിട്ടും, 3. ട്രിപ്ലറ്റ് റേഷ്യോ 1:2:1. ഓക്കെ, ഇത്രയും കിട്ടില്ലോ. പിന്നെ ഇതിൻ്റെ ഒരു സ്റ്റെപ്പ് അത് ചെയ്യണം എന്നില്ല, ഞാൻ പറയാം. സ്റ്റെപ്പ് 4 ഉണ്ട്, പീക്ക് ഏരിയ റേഷ്യോ. അത് കണ്ടുപിടിക്കുന്നത് നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം വെച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു കോമ്പൗണ്ടിൽ CH3 CH2 CH, അതായത് 3 ഹൈഡ്രജൻ 2 ഹൈഡ്രജൻ 2 ഹൈഡ്രജൻ. ഇതാണ് പീക്ക് ഏരിയ റേഷ്യോ. ഇത് എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, അത് പ്രത്യേകിച്ച് സിഗ്നിഫിക്കൻസ് ഒന്നും തൽക്കാലം ഇല്ല. 3 സ്റ്റെപ്പ് കൊണ്ട് തന്നെ നമുക്കിത് സോൾവ് ചെയ്യാം. നമുക്കിതിൻ്റെ സിഗ്നൽ വരച്ച് നോക്കാം. എങ്ങനെയാണ് ഇതിൻ്റെ സിഗ്നൽ വരുന്നത് നോക്കാം. സിഗ്നൽ വരക്കുമ്പോൾ എല്ലാ ഡീറ്റെയിൽസും വെച്ചിട്ട് നമ്മൾ വരക്കുക. മാക്സിമം ഇതായിട്ട് തന്നെ വരക്കുക കേട്ടോ. സീറോയിൽ ഇപ്പം വാല്യൂ വരുന്നത് ഡെൽറ്റ വാല്യൂ ppmലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ 0യിൽ TMS നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ കാണിക്കാം. ഹൈറ്റ് ആയിട്ട് കാണിക്കാം, ഹൈറ്റ് കുറച്ച് കാണിക്കാം, എന്തായാലും കുഴപ്പമില്ല, കോൺസ്റ്റന്റ് ആണ്, മാറില്ല. അടുത്ത TMSന്റെ തൊട്ട് അടുത്തുള്ള ആരാണ്? CH2 CH2 C A B C. ആരാണ് തൊട്ടടുത്തുള്ളത്? A ആണ് അല്ലേ, മോർ ഷീൽഡിംഗ് ആയിട്ടുള്ള A ആണ്. A എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നത്? 3 ട്രിപ്ലറ്റ് ആയിട്ട്. അപ്പോൾ അത് വരച്ചു കൊടുക്കുക. ഇത് വരക്കുന്ന സമയത്ത് കുറച്ച് നീറ്റായിട്ടൊക്കെ നമ്മൾ വരക്കാൻ ഇപ്പം ശ്രമിക്കാം. 1:1. CH3യുടെ പീക്കാണ് 1:2:1. അടുത്തത് B ആയിരിക്കും അല്ലേ, ഇത് വരച്ചു. B വരക്കുക, ഇൻ ബിറ്റ്വീൻ ആയതുകൊണ്ട് B ആയിരിക്കും വരുന്നത്. B എന്താണ് സെക്സ്റ്റഡ് ആയിട്ടാണ്, 6 ആയിട്ട്. 1:, റേഞ്ച് ഓർമ്മയുണ്ടോ? 5:10:5:1. 1:5:10:10:5:1. B CH2 1:5:10:10:5:1. ലാസ്റ്റ് വൺ ഇവിടെ വരച്ചു കൊടുക്കുക. ഫാർ ഫ്രം TMS, അഗൈൻ ട്രിപ്ലറ്റ് 1:2:1. C CH2 1:2:1. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഇത് മാക്സിമം നീറ്റായിട്ട് നിങ്ങൾ വരച്ചു കൊടുക്കാം. ഇതാണ് ഇതിൻ്റെ സ്പ്ലിറ്റിംഗ് പാറ്റേൺ. CH3 CH2 CH2Clന്റെ സ്പ്ലിറ്റിംഗ് പാറ്റേൺ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി ഇതെങ്ങനെ സ്പ്ലിറ്റിംഗ് പാറ്റേൺ പാസ്കൽ ട്രയാങ്കിൾ വെച്ചിട്ട് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് പറയാണ്. നമ്മൾ ചെയ്തിട്ടുണ്ട് 1 1 1 2 1 1 2 + 1 3 2 + 1 3 1 1 3 + 1 4 3 + 6 1 5 10. അതായത് കൂട്ടിയിട്ട് മിഡിൽ ഇട്ട് കൊടുക്കുക. 10 5 1 ഇങ്ങനെ ചെയ്യേണ്ടത്. അതായത് ആദ്യത്തെ കേസിൽ സിംഗ്ലറ്റ് ആണെങ്കിൽ ഇത്, ഡബ്ലറ്റ് ആണെങ്കിൽ ഇത്, ട്രിപ്ലറ്റ്, ക്വാർട്ടറ്റ്, പെൻറ്ററ്റ്, സെക്സ്റ്ററ്റ്, സെപ്റ്ററ്റ്, അങ്ങനെ പോകും പാസ്കൽസ്. ഓക്കെ, ഇത്രയും നിങ്ങൾ പഠിക്കാം.